പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. കയ്യിൽ 4 കാശില്ലാത്ത കാലമാണെങ്കിലും കേരളത്തിലെ കോൺഗ്രസുകാർക്ക് വേലയും പൂരവുമാണ്. DCC കാവുകളിലൊക്കെ ഉത്സവത്തിന് കൊടിയേറി. പതാക ഉയർത്തുന്നതിന് വേണ്ടി ബഹുമാന്യനായ KDC വിഭസന്റെ ആദരവും ക്ഷണിക്കുന്നു. കൊടി മാറട്ടെ, കൊടി മാറട്ടെ, ഇക്കുറി ഉത്സവത്തിന് ആചാരപരമായ പ്രത്യേകതയുമുണ്ട്. DCC കാവുകളിലൊക്കെ പുതിയ മൂർത്തികളെ പ്രതിഷ്ഠിക്കാൻ പോവുകയാണ്. വിഗ്രഹങ്ങളൊക്കെ തയ്യാറായി. കേരളത്തിൽ 14 പുതിയ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ വന്നു. അവരുടെ ശരാശരി വയസ്സ് 48 വയസ്സാണ്. 1970കളുടെ തുടക്കത്തിന് ശേഷം 40-45 വർഷത്തിനിടയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നടന്ന നിശബ്ദ വിപ്ലവമാണ് ഈ DCC പ്രസിഡന്റുമാരുടെ പുനഃസംഘടന. യഥാർത്ഥത്തിൽ ഒരു തലമുറ മാറ്റം, അക്ഷരാർത്ഥത്തിലുള്ള ഒരു തലമുറ മാറ്റം കോൺഗ്രസിൽ ഉണ്ടാവുകയാണ്. ഈ മൂർത്തികളെയൊക്കെ കുളിപ്പിച്ചെഴുന്നള്ളിച്ചിട്ട് ആഴ്ചയൊന്നു കഴിഞ്ഞു. ആരെയും ഇതുവരെ പ്രതിഷ്ഠിച്ചതായി കണ്ടില്ല. എനിക്ക് VD സതീശനോട് പറയാനുള്ളത്, ഒരു പേര് പോലും മറ്റുപോകാതെ 14 പേരെ നിങ്ങൾ പതുക്കെ വീടുതെടുത്ത് വെച്ചിരിക്കുന്നു. വൈകാതെ തന്നെ എവിടെയെങ്കിലും കൊണ്ടുവച്ചില്ലെങ്കിൽ ഈ അതുകൊണ്ട് വേറുണങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ 14 പേരെയും പാറപ്പുറത്തൊന്നും അല്ലാത്ത സ്ഥലത്ത് അല്പം പതയുള്ള നനവുള്ള മണ്ണിൽ എവിടെയെങ്കിലും വയ്ക്കണം എന്ന് മാത്രമാണ് ഈ സന്ദർഭം കൊണ്ട് പറയാനുള്ളത്. അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ നേരത്തെ തമാശയായ ഒരാളോട് പറഞ്ഞു, അത് നോട്ട് അസാധുവാക്കി പോകും. അതുകൊണ്ട് വൈകാതെ തന്നെ ഈ 14 പേരെയും എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയി നടണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും തുടങ്ങി. തുടക്കം മോശമല്ല എന്നും പറയാം. തൃശ്ശൂരിൽ ആർഭാടത്തോടെയായിരുന്നു മാറ്റം. ഇനി സത്യം പറയാമല്ലോ. തൃശ്ശൂരായതുകൊണ്ട് അംഗവും കാണാം താളിയും ഒടിക്കാം എന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു പൊളിമിക്സ്. പ്രതാപൻ്റെ വരവും മറ്റവരുടെ തടയലും എല്ലാം കൂടി ഹരമാകും എന്നു കരുതി. വരുന്നത് പ്രതാപനായതുകൊണ്ട് മാത്രമല്ല, സ്ഥലം തൃശ്ശൂരായതുകൊണ്ടും അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചു. പലരും പലതും പറഞ്ഞ് മോഹിപ്പിക്കുകയും ചെയ്തു. ഞാൻ തൃശ്ശൂരിൻ്റെ എടുത്തു പറയാൻ കാരണം തൃശ്ശൂർ K. കരുണാകരൻ്റെ ജില്ലയാണ്. അതുകൊണ്ട് തന്നെ K. കരുണാകരൻ്റെ അനുയായികളുടെ വികാരം എന്നൊക്കെ പറഞ്ഞ് ചില രംഗത്ത് വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. K. കരുണാകരൻ്റെ കാലത്ത് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടായിരുന്ന ജില്ല തൃശ്ശൂർ ജില്ലയിൽ. 9 പേരുണ്ടായിരുന്നപ്പോൾ കോൺഗ്രസിൻ്റെ വെറും 9 ഉണ്ടായിരുന്ന സമയത്ത് 3 MLA-മാരെയും ഒരു MP-നെയും സംഭാവന ചെയ്ത ജില്ലയിലാണ് കഴിഞ്ഞ ഇലക്ഷനിൽ 45 വോട്ടിന് ജയിച്ച വടക്കാഞ്ചേരി ഒഴികെ ബാക്കിയെല്ലാം പരാജയപ്പെട്ടത് ആദ്യമായിട്ടാണ്. അപ്പോൾ ആ ജില്ലയിൽ തിരിച്ചുവരവ് എന്നുള്ള വിഷയത്തിൽ എല്ലാവർക്കും ഒരു കോമൺ ഒപ്പീനിയനായിട്ടാണ്
TN പ്രതാപൻ വന്നു. ആ വരവ് ദോഷം ചെയ്യില്ല എന്നാണ് കുടിയിരുത്തൽ ചടങ്ങിൽ നിന്നുള്ള സൂചനകൾ. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ തീരുമാനം മോശമല്ല. തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി ശ്രീ TN പ്രതാപൻ XMLA AICC പ്രസിഡന്റ് ശ്രീമതി സോണിയാഗാന്ധി 8/12/2016 നിയമിച്ചിട്ടുള്ള ശ്രീ TN പ്രതാപനെ ഇന്നേ ദിവസം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ ചുമതല ഇതിനാൽ കൈമാറുന്നു. തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ഞാൻ ചുമതല ഏറ്റെടുത്തു. അങ്ങനെ അത് യാഥാർത്ഥ്യമായി. TN പ്രതാപനും DCC പ്രസിഡന്റായി. ഇനി അതിൻ്റെ വാഴവും പുകഴ്ത്തുമാണ്. അതിനു മുൻപ് ചെറിയൊരു ഇടവേളയാണ്. എന്തൊക്കെ പറഞ്ഞാലും തൃശൂർ ഒരു പരീക്ഷണശാലയാണ് എന്ന് പൊളിമിക്സ് കരുതുന്നു. ഹൈക്കമാൻഡിൻ്റെ ഈ തീരുമാനം കോൺഗ്രസ് പ്രവർത്തകർ എങ്ങനെ സ്വീകരിച്ചു എന്നറിയുന്നതിനുള്ള ഏറ്റവും നല്ല പരീക്ഷണശാലയാണ് തൃശൂർ DCC. എതിർപ്പിന് ഏറ്റവും സാധ്യതയുള്ളത് ഒഴിഞ്ഞു പോകുന്നവരിൽ നിന്നാണല്ലോ. തൃശൂരിൽ അത് മാധവേട്ടനാണ്. ഈ പ്രധാനമന്ത്രി DCC പ്രസിഡന്റായി നിയോഗിച്ച നിയമനം ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകന്മാർ ഇതിനെ എങ്ങനെ കാണുന്നു എന്നതിന്റെ കാഴ്ചയാണ് ഇന്ന് രാവിലെ മുതൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആഫീസിലും പരിസരങ്ങളിലും എത്തിച്ചേർന്ന കലവരം കൂടാതെ പിന്തുണയുമായി ചിരിച്ച മുഖവുമായി വർദ്ധിച്ച ആവേശത്തോടും ശുഭപ്രതീക്ഷയോടും കൂടി എത്തിച്ചേർന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖം. പ്രവർത്തകരുടെ മുഖമല്ല പ്രധാനം, മുഖം മനസ്സിന്റെ കണ്ണാടിയാകയാൽ നേതാക്കളുടെ ഉള്ളിലിരിപ്പാണ് പ്രധാനം. അത് വെളിച്ചത്ത് വരട്ടെ. തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടുകൂടി തികഞ്ഞ സന്തോഷത്തോടുകൂടി എനിക്ക് ശേഷം വരുന്ന മറ്റൊരു DCC പ്രസിഡന്റ് എന്നേക്കാൾ ശക്തനും എല്ലാ അർത്ഥത്തിലും സംഘടനാ പാഠവും ഉള്ളവരുമാണ് എന്നതുകൊണ്ട് ഏറെ സന്തോഷത്തോടു കൂടിയാണ് ശ്രീ TN പ്രതാപനെ ഈ സ്ഥാനത്തേക്ക് കടന്നു വരാൻ ഹൃദയ സന്തോഷത്തോടു കൂടി ശ്രീ TN പ്രതാപനെ സ്വാഗതം ചെയ്യുകയാണ്. ആശങ്ക കെ മുരളീധരൻ ഉൾപ്പെടെ എല്ലാവരുടെയും ആശങ്ക CN ബാലകൃഷ്ണന്റെ കാര്യത്തിലാണ്. അദ്ദേഹത്തിന്റെ നീക്കമാണ് അറിയേണ്ടത്. ഈ പ്രതാപന് എല്ലാ പിന്തുണയും നൽകുക, പിന്തുണ മാത്രമല്ല പ്രതാപൻ എന്ത് പറഞ്ഞാലും അവരെ അനുസരിക്കുക, എന്നെപ്പോലുള്ള ആള് അതിനെല്ലാം തയ്യാറായിരിക്കുക. തലമുറ മാറ്റം കൊണ്ട് ഞങ്ങൾക്കൊന്നും വിഷമമുണ്ടാവരുത് കേട്ടോ. പ്രതാപൻ അതുപോലെ ആൾക്കാരിക്കുന്നുണ്ട് ഇവിടെ, തലനരച്ചവരുണ്ട്, തലനരയ്ക്കാത്തവരുണ്ട്, എല്ലാവരും കോൺഗ്രസ്സുകാരാണ്. ഈ തലമുറ മാറ്റം സംഭവിക്കുമ്പോൾ പൂമുഖത്തെ കസേര നഷ്ടപ്പെടുന്ന കാരണവന്മാരുടെ കാര്യം അത് KC അബു പറഞ്ഞാലേ അങ്ങോട്ട് വ്യക്തമാകൂ. ഞങ്ങളൊക്കെ വെളിച്ചപ്പാടിന്റെ പോലെയാണ്. വെളിച്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഈ വെളിച്ചപ്പാട് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞ് തുറ കാണാൻ പോകാറില്ലേ?
അപ്പൊ ഈ കൊട്ടിങ്ങനെ കേട്ടാൽ ടുണ്ടു 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 എന്ന് പറഞ്ഞാൽ അറിയാതെ തുള്ളിപ്പോകും, വേണ്ട എന്ന് തോന്നിയാലും തുള്ളും. അപ്പൊ അതുപോലെ കോൺഗ്രസിന്റെ പരിപാടികളിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ കണ്ടോ, ജാഥ ഇവിടെ കണ്ടോ, അറിയാതെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇനിയുള്ള ശിഷ്ടകാലവും തുള്ളും. ആ തുള്ളുന്നതിൽ നിന്ന് ഞങ്ങളെ മാറ്റി നിർത്താൻ ആർക്കും തന്നെ കഴിയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതാണ് അവരുടെ മനസ്സ്. വെളിച്ചപ്പാടാണെങ്കിൽ തുള്ളിപ്പോകും. അങ്ങനെ പല വെളിച്ചപ്പാടുമാരെയും കണ്ടതാണ് പത്മജാമ്മ. 3 DC പ്രസിഡന്റുമാരുടെ കൂടെ എനിക്ക് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. നമ്മളെല്ലാം സ്നേഹപൂർവ്വം കുട്ടിക്കാരെന്ന് വിളിക്കുന്ന ശ്രീ അബ്ദുറഹ്മാൻകുട്ടി. അദ്ദേഹം പുറമെ ശാന്തനാണെന്ന് തോന്നുമെങ്കിലും പല സന്ദർഭങ്ങളിലും പൊട്ടിത്തെറിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് ശ്രീ മാധവേട്ടൻ. ഇപ്പൊ ഗോത്രം ഏതാണെന്ന് ഞാൻ നോക്കാറില്ല, പക്ഷെ മുൻപിന്റെ അച്ഛന്റെ കളരിയിൽ പഠിച്ചിറങ്ങിയ എല്ലാ ഗുണങ്ങളുള്ള മാധവേട്ടൻ. കാരണം കഴിഞ്ഞ 2 ആഴ്ചയിൽ ഇവിടെ കോൺഗ്രസ് ഉണ്ട് എന്ന് തെളിയിച്ച ശ്രീ മാധവേട്ടനാണ്. അതുപോലെ തന്നെ ശ്രീ TN പ്രതാപൻ. ഇനിയിപ്പോൾ TN പ്രതാപന്റെ ജാതകമാണല്ലോ അറിയേണ്ടത്. അത് പറ. പ്രതാപനെ കാണുന്നത് നിങ്ങൾ കൂട്ടണ്ട. പ്രതാപൻ എതിർക്കുന്നവരെ രഹസ്യമായി ഒതുക്കാൻ അറിയാം, അല്ലാതെ കെട്ടിപ്പിടിക്കും. പ്രതാപന്റെ കയ്യിൽ തൃശ്ശൂർ ഭദ്രമായിരിക്കുന്നതിനായിട്ട് യാതൊരു സംശയമില്ല. ഏത് വഴിയിലാണെങ്കിലും കോൺഗ്രസിനെ തിരിച്ചുകൊണ്ട് പ്രതാപന് കഴിയും എന്നുള്ളതുകൊണ്ടാണ് ഞാനൊക്കെ മനസ്സ് തുറന്ന് ഒരു പിന്തുണ പ്രതാപന് കൊടുത്തത്. നിങ്ങളുടെ എല്ലാവരെയും പിന്തുണ എന്റെ സഹോദരൻ ഉണ്ടാവണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും ഞാൻ എന്റെ വാർത്തയിൽ നിർത്തുന്നു. ഭംഗിവാക്ക് പറഞ്ഞതല്ല കേട്ടോ. ഈ പ്രതാപൻ പത്മജയുടെ സഹോദരൻ തന്നെയാണ്. കഥയുടെ ഫ്ലാഷ് ബാക്ക് കേട്ടാൽ അത് ബോധ്യമാവും. പ്രതാപൻ എനിക്ക് സഹോദരൻ തന്നെയാണ്, സഹോദര തുല്യനല്ല, സഹോദരൻ തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞതിന്റെ മുമ്പത്തെ അസംബ്ലി ഇലക്ഷൻ അന്ന് ആരാണ് സ്ഥാനാർത്ഥികൾ എന്നൊരു തീരുമാനമായിട്ടില്ല. അപ്പൊ പ്രതാപൻ അച്ഛനെ കാണാൻ വരികയാണ്. അപ്പൊ അച്ഛൻ സ്ഥിരമായി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്ന മാതിരി പ്രതാപനെയും വിളിച്ചു. അതെന്ത് വെച്ചു, താൻ എവിടെയാണ് ഇലക്ഷൻ നിൽക്കുന്നത്? അച്ഛനൊന്നും അറിയാത്തവര് നാട്ടിൽ എടുത്തിട്ടു, ഓരോ സ്ഥലം എടുത്തിട്ടപ്പോ അവസാനം പറഞ്ഞു ഞാനൊന്നും തീരുമാനിച്ചില്ല എന്ന്. എന്നാല് കാര്യം ചെയ്യും, താൻ എന്റെ സ്ഥലത്ത് തന്നെ പോയി നിൽക്കുക മാളെ എന്ന് പറഞ്ഞു. പ്രതാപനും ഞെട്ടി, ഞാനും ഞെട്ടി. കാരണം അങ്ങനെ ഒരിക്കലും പ്രതാപൻ മനസ്സിൽ പോലും ആലോചിക്കാത്ത സമയത്ത് പറഞ്ഞു എന്റെ എല്ലാ അനുഗ്രഹം എനിക്കുണ്ട്, താൻ അവിടെ പോകോ, താൻ ജയിക്കും. പക്ഷെ ഞാൻ ചെയ്ത കാര്യങ്ങൾക്ക് എല്ലാം ഒരു തുടർച്ച അവിടെ ഉണ്ടാവണം. എന്റെ ജനങ്ങളെ കഷ്ടപ്പെടുത്തരുത്, ഒറ്റ കാര്യം പറഞ്ഞു. അതൊരിക്കലും ഉണ്ടാവില്ല ലീഡറെ എന്ന് പറഞ്ഞ് നിറകണ്ണുകളോടെയാണ് പ്രതാപൻ ഇറങ്ങിപ്പോയ രംഗം. അന്നു മുതൽ പ്രതാപനെ എനിക്ക് മനസ്സുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അച്ഛൻ അനുഗ്രഹിച്ച ഒരാൾ ഇതുവരെ മോശമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിനെ വഞ്ചിച്ച പലരും പത്മജയുടെ വാക്കുകളിൽ കമ്പിന് മുള്ളുണ്ട് എന്നതിന് തെളിവാണ് ആ പ്രസംഗത്തിന് കിട്ടുന്ന കയ്യടി. തന്നെയുമല്ല, തൃശൂർ കോൺഗ്രസിൽ ഗ്രൂപ്പ് മണ്ണടിഞ്ഞിട്ടില്ല എന്നും മനസ്സിലാക്കണം. ചെറിയൊരു ഇടവേളയിൽ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പ്രവർത്തിച്ച ഒരു മുൻ പ്രസിഡന്റ് എന്ന നിലയ്ക്കും പ്രതാപന് സകലവിധ വിജയങ്ങളും നേരുന്നു, പരിപൂർണ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നു. ഈ മുൾക്കിരീടം അപകടം പറ്റാതെ ധൈര്യമായി കൊണ്ടുപോകാൻ അത് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറയും. സ്ഥാനമെടുക്കുമ്പോൾ ആദരിക്കാൻ ആളുകളുണ്ടാകും, കൈയടിക്കാൻ ആളുകളുണ്ടാകും, പ്രശംസിക്കാൻ ആളുകളുണ്ടാകും. സ്ഥാനം വിട്ടുപോകുമ്പോൾ ആദരവ് കിട്ടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിക്കും. ഇനി എ ഗ്രൂപ്പുകാരുടെ പഴയ പടക്കുറിപ്പിന്റെ ഊഴമാണ്. ഇവിടെ ഞാൻ മുൾക്കിരീടമെന്നൊന്നും വിശേഷിപ്പിക്കുന്നില്ല. വലിയ ഭാരിച്ചൊരു ചുമതലയാണ് ശ്രീ TN പ്രതാപൻ ഇന്ന് ഏറ്റെടുത്തിട്ടുള്ളത്. തീർച്ചയായും നമ്മുടെ ജില്ലയിൽ വിവിധ താല്പര്യങ്ങളും വിവിധ തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉള്ള ഒരു ജില്ലയാണ്. അതുകൊണ്ട് പരിക്കുകൾ പറ്റാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച എല്ലാ സാരോപദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ ഈ പ്രതാപനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കൈവന്നിട്ടുള്ള ഈ പ്രതാപകാലം
അത് നമ്മുടെ പാർട്ടിയുടെ പ്രതാപകാലമായി മാറ്റാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്. അങ്ങനെ ആശംസിക്കണമെന്ന് പൊളിമിക്സിനും ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് പ്രതാപന്റെ സ്ട്രാറ്റജി അറിയണം. അതറിയാം ഇടവേള കഴിഞ്ഞിട്ട്. അറിയാമല്ലോ, തലമുറ മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതാപൻ പുതിയ തലമുറയുടെ പ്രതിനിധിയാണ്, അതായത് ന്യൂജൻ. ന്യൂജൻ എന്നാൽ 4D. നമുക്ക് നാളെ ജില്ലയിൽ ഒരു 4D ഫോർമുല, ഡയലോഗ്, ഡിബേറ്റ്, ഡിസ്കഷൻ, ഡിസിഷൻ. എല്ലാവരുമായി ഡയലോഗ്, എല്ലാവരുമായി ഡിസ്കഷൻ, എല്ലാവരുമായി ഡിബേറ്റ്, എല്ലാവരുമായി ഡിസിഷൻ. ഈ രീതിയിൽ ഒരു 4D ഫോർമുലയോടെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. ഏതെങ്കിലും സന്ദർഭത്തിൽ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിരിക്കുന്ന മുതിർന്ന നേതാക്കന്മാരടക്കം വളരെ വിജയത്തോടുകൂടി അവരുടെ മകനെ പോലെ, അവരുടെ അനുജനെ പോലെ, അവരുടെ കുടുംബത്തിലെ ആളെ പോലെ വളരെ മുതിർന്ന നേതാക്കന്മാരടക്കം അഭ്യർത്ഥിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത, നിങ്ങളുടെ ആശയങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ച്, ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഇഷ്ടപ്പെടാത്ത തീരുമാനമെടുക്കുമ്പോൾ എന്നോട് പരിഭവിക്കരുത്, പിണങ്ങരുത്. ആ സന്ദർഭത്തിൽ എന്നെ ഉപദേശിക്കാനും എന്നെ നിർദ്ദേശിക്കാനും ഒരു കുടുംബാംഗത്തോട് പോലെ കാണിക്കുന്ന മനസ്സോടുകൂടി ഈ എന്നെ സഹായം നൽകാനും പിന്തുണ നൽകാനും ഇവിടെ ഇരിക്കുന്ന മുതിർന്ന കാരണവന്മാർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെയും മനസ്സുണ്ടാകാമെന്ന് ഒരിക്കൽ കൂടി വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുന്നു. പത്മജ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, പ്രതാപനെ എതിർക്കുന്നവരെ രഹസ്യമായി ഒതുക്കാൻ അറിയാമെന്ന്. അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പ്രതാപന്റെ സ്ട്രാറ്റജി വിലയിരുത്താൻ. പലരും പരിഭവിക്കേണ്ടി വരും. ഞാൻ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുന്നു, ഷെയർ ആൻഡ് സഫർ എന്നൊരു സ്ലോഗൻ നമുക്ക് ഏറ്റെടുക്കണം. നാം ഷെയർ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം, ഒപ്പം സഫർ ചെയ്യാനും തയ്യാറാകണം. ഷെയർ ചെയ്യുകയും സഫർ ചെയ്യുകയും ചെയ്യാൻ വേണ്ടി തയ്യാറായാൽ ഉറപ്പ് നൽകുന്നു. ഇതൊക്കെ എന്തിനാണ് എന്നുകൂടി അറിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവരുടെയും പരിഭവങ്ങൾ അലിഞ്ഞില്ലാതാകും. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ ജില്ലയിൽ നിന്നും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നതിന് വേണ്ടി ഈ ജില്ലയിലെ 3 പാർലമെന്റ് സീറ്റുകളും കോൺഗ്രസിന് നൽകുന്ന സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതിനുള്ള പ്രതിജ്ഞയാണ് നമ്മളിന്ന് ലീഡറുടെ നാമം കൊണ്ട് പരിവാഹനമായ ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിക്കുന്നത്. ഇതേ തീരുമാനം 14 DCC പ്രസിഡന്റുമാരും എടുത്താൽ കോൺഗ്രസിനെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. പക്ഷേ ആ തീരുമാനം നടപ്പാവണമെങ്കിൽ ന്യൂജൻ മാത്രം മതിയാവില്ല കേട്ടോ. ഇവിടെ ഒരു കാര്യം നമുക്കറിയാം, യുവസമൂഹത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരണം, അവർക്ക് പൂർണ്ണമായ പ്രോത്സാഹനം കൊടുക്കണം. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഞാൻ തുറന്നു പറയുകയാണ്, മുതിർന്ന തലമുറയുടെ അനുഗ്രഹമില്ലാതെ, അവരുടെ പിന്തുണയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. അവരുടെ പൂർണ്ണമായ സഹകരണം, അവരുടെ പൂർണ്ണമായ അനുഗ്രഹം, മുതിർന്ന തലമുറയും യുവനിരയും കൂടിച്ചേർന്ന സമ്മോഹനമായ ഒരു കൂടിച്ചേരൽ, സമ്മോഹനമായ ഒരു സമ്മേളനം. അതുകൊണ്ട് ഇപ്പൊ ചില ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ടായി, അല്ല എന്റെ കഴിഞ്ഞ ദിവസം 2 പേര് ചോദിച്ചു, അല്ല ഞങ്ങളൊക്കെ ഇനി അല്പം പ്രായമായില്ല, ഇനി വേണോ? ഞാനത് പറഞ്ഞു, അല്ല നിങ്ങൾ തീർച്ചയായിട്ടും വേണം. മുതിർന്ന തലമുറ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഒരു ജീവിതം മുഴുവൻ കാഴ്ചവെച്ച, ജീവിതത്തിലുടനീളം പ്രവർത്തിച്ച മുതിർന്ന തലമുറ, ആ മുതിർന്ന തലമുറയെ ആദരവോടുകൂടി അവരുടെ പൂർണ്ണമായ അനുഗ്രഹത്തോടെ, സഹകരണത്തോടെ, പങ്കാളിത്തത്തോടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനാവൂ. മുതിർന്ന തലമുറ എന്നാൽ VM സുധീരൻ അടക്കമുള്ളവർ എന്നാണ് പൊളിമിക്സ് അർത്ഥമാക്കുന്നത്. തലയുടെ നിറം നോക്കിയിട്ടല്ലല്ലോ മുറ തീരുമാനിക്കുന്നത്. അതുപോട്ടെ, കൊല്ലം DCCയിലെ ഒഴിഞ്ഞുപോക്ക് കാണേണ്ടതാണത്. കൊല്ലത്തെ താൽക്കാലിക പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് ഒഴിഞ്ഞു പോകുന്നതിന് മുൻപായി DCC ഓഫീസ് മന്ദിരം പുതുക്കി പണിതു. അതിന് കാരണമുണ്ട്. തിരുവനന്തപുരത്ത് ഞാൻ KSUവിന്റെ പ്രവർത്തകനായി പ്രവർത്തിക്കുമ്പോൾ, താലൂക്ക് പ്രസിഡന്റായും താലൂക്ക് സെക്രട്ടറിയായും ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോൾ, ഈ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് 10-30 കിലോമീറ്റർ അകലെയുള്ള കൊടിക്കുന്ന് എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് എനിക്കെന്നും വണ്ടിക്കൂലി കൊടുത്ത് തിരുവനന്തപുരത്തേക്ക് വരാൻ കഴിയുമായിരുന്നില്ല. അതിന് എന്റെ വീട്ടുകാർക്ക് തരാനും പൈസയില്ല. ഞങ്ങളെ ഒരു കൂലിപ്പണിക്കാരന്റെ മകനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അന്തി ഉറങ്ങിയതെല്ലാം തിരുവനന്തപുരം DCC ഓഫീസിലാണ്. ആ DCC ഓഫീസിന്റെ ജനറൽ സെക്രട്ടറിമാരിയ്ക്കുന്ന ഹാളിൽ 2-3 മേശയുണ്ട്. വൈകുന്നേരം 10 മണിക്ക് ശേഷം 3 മേശകളും പിടിച്ച് ഒരുമിച്ചിട്ട്
പേപ്പർ വിരിച്ച് അതിന്റെ മുകളിലാണ് എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മിക്കവാറും ഞാൻ അവിടെ KSU പ്രവർത്തന രംഗത്ത് ഞാൻ കഴിഞ്ഞു പോകുന്നത്. വേറെ അങ്ങോട്ടും പോകാനില്ല. MLA ഓഫീസിൽ ചെന്നാൽ MLA-മാരും കയറ്റത്തില്ല. അതുപോലെ തന്നെ ലോഡ്ജിൽ താമസിക്കാൻ നിവൃത്തിയില്ല, വീട്ടിൽ പോകാൻ പൈസയില്ല. അങ്ങനെ കൊല്ലം അങ്ങനെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കിടന്ന് വളർന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഇന്ത്യൻ പാർലമെന്റിൽ എത്തിച്ചേർന്ന ഒരു എളിയവനായ പ്രവർത്തകനാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് തന്നെ എന്തുകൊണ്ടായിരിക്കും ഒരു KSU നേതാവിനെ MLA-മാർ MLA ഹോസ്റ്റലിൽ കയറ്റാതിരുന്നത് എന്നറിയണമെങ്കിൽ ആ ആത്മകഥനത്തിന്റെ ആഴമറിയണം. തിരുവനന്തപുരം ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട പട്ടികജാതി കുടുംബത്തിൽ ജനിച്ച് വളർന്ന് ഒരു കർഷക തൊഴിലാളികളുടെ മകനായി പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും നടുവിലൂടെ കടന്നു വന്ന ഒരു കേരള വിദ്യാർത്ഥി യൂണിയന്റെ സാധാരണ പ്രവർത്തകനായി ആ വരവിൽ, ആ ജീവിതയാത്രയിൽ തിരുവനന്തപുരത്തെ DCC ഓഫീസാണ് തണലായത് എന്ന കാര്യം ഇന്നും മറന്നിട്ടില്ല. ആ ഓഫീസിനോടുള്ള കടപ്പാടാണ് ഈ ഓഫീസിനോട് തീർത്തത്. ബഹുമാന CK രാജൻ ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വ യോഗത്തിൽ എന്നോട് പറഞ്ഞു, നമുക്ക് ഈ കെട്ടിടം പണിയണ്ടേ, പുതിയ കെട്ടിടം ഉയർന്നുകൊണ്ടിരിക്കുന്നു, അത് പൂർത്തിയാകട്ടെ. പക്ഷേ ഈ കെട്ടിടം തകർന്നു വീണാൽ ജനങ്ങൾ നമ്മളെ പുച്ഛിക്കില്ലേ, പാർട്ടി പ്രവർത്തകർ നമ്മളെ ആക്ഷേപിക്കില്ലേ, പൊതുസമൂഹം ഒരു ആപ്പീസ് പോലും നേരെ കൊണ്ടു നടക്കാൻ കഴിയാത്തവരെന്ന് പറയില്ലേ. എന്നെ അത് സ്പർശിച്ചു. അപ്പോൾ എന്റെ ഓർമ്മ പോയത് തിരുവനന്തപുരം DCC ഓഫീസിലേക്കാണ്. ചെയ്തതിനെ ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് വളരെ വൈകാരികമായി ഞാൻ ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. അങ്ങനെ അവിടെ നിന്നാണ് ഞങ്ങൾ ആലോചിച്ച് എങ്ങനെ പണം കണ്ടെത്തും. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെട്ടു. 0-ൽ നിൽക്കുന്ന ഒരു ജില്ല, ഒരു സീറ്റിൽ പോലും ജയിക്കാൻ കഴിയാത്ത ഒരു ജില്ല, പാർട്ടി പ്രവർത്തകന്മാർക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത കാര്യം. ആ പുതിയ കെട്ടിടത്തിന് വേണ്ടി പണം പിരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കെട്ടിടത്തിന് വേണ്ടി ജനങ്ങളെയും അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പാർട്ടി പ്രവർത്തകർ പറഞ്ഞപ്പോൾ നമ്മുടെ സഹകരണ മേഖലയിലെ സഹകാരികളെ വിളിച്ചുകൂട്ടി ഈ കെട്ടിടം പണിയുവാൻ, ഇത് പുതുക്കി പണിയുവാൻ നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ ഇരുകൈയും നീട്ടി ആ അഭ്യർത്ഥന മാനിക്കുകയും ഇത് പുതുക്കി പണിയുവാനുള്ള സമ്പത്ത് അവർ ഉണ്ടാക്കി തരികയും ചെയ്തു. രാഷ്ട്രീയമെന്ന ഉത്സവത്തിൽ ആ വലിയ കച്ചവടപ്പറമ്പിൽ ഇങ്ങനെയും ചില ജീവിതങ്ങളുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.